സൊറാവർ ലൈറ്റ് ടാങ്കിൻ്റെ രണ്ടാമത്തെ പ്രോട്ടോടൈപ്പ് സെറ്റ് പുറത്തിറക്കുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡിലെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന പ്രധാന നവീകരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയുമായുള്ള അതിർത്തി സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യ തങ്ങളുടെ കവചിത ശേഷി ശക്തിപ്പെടുത്തുന്നത് തുടരുന്നതിനാൽ തദ്ദേശീയമായി നിർമ്മിച്ച സൊറാവർ ലൈറ്റ് ടാങ്കിൻ്റെ രണ്ടാമത്തെ പ്രോട്ടോടൈപ്പ് അടുത്ത മാസം ലാർസൻ ആൻഡ് ടൂബ്രോ L&T പുറത്തിറക്കുന്നു. L&Tയുമായി സഹകരിച്ച് പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO വികസിപ്പിച്ചെടുത്ത സൊറാവർ എന്ന ലൈറ്റ് ടാങ്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിലെ യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്ത ഭാരം കുറഞ്ഞതും ചടുലവുമായ കവചിത പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യയുടെ ഒരു നിർണായക മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നു. ചില സ്രോതസ്സുകൾ പ്രകാരം ഇന്ത്യൻ സൈന്യം നടത്തിയ പ്രാരംഭ പരീക്ഷണങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കിയുള്ള നിരവധി മെച്ചപ്പെടുത്തലുകൾ ഈ നവീകരിച്ച പ്രോട്ടോടൈപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ് മരുഭൂമികൾ, നദീതടങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പരുക്കൻ ഭൂപ്രദേശങ്ങൾക്കായുള്ള പ്രധാന പ്രവർത്തന ആവശ്യകതകൾ ഈ മെച്ചപ്പെടുത്തലുകൾ നിറവേറ്റുന്നു. ഇത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണ ശ്രമങ്ങളിൽ വൈവിധ്യമാർന്ന ഒരു ആസ്തിയായി സൊറാവർ ടാങ്കിനെ സ്ഥാപിക്കുന്നു. 19-ാം നൂറ്റാണ്ടിലെ ദോഗ്ര ജനറൽ സൊറാവർ സിംഗിൻ്റെ പേരിലുള്ള സൊറാവർ ലൈറ്റ് ടാങ്ക് ഇന്ത്യയുടെ കവചിത സേനയിലെ ഒരു സുപ്രധാന വിടവ് നികത്തുന്നതിനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ വെല്ലുവിളി നിറഞ്ഞ ഹിമാലയൻ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഭാരം കുറഞ്ഞതും വേഗത്തിൽ വിന്യസിക്കാവുന്നതുമായ ഒരു ടാങ്ക്. ഏകദേശം 25 ടൺ ഭാരമുള്ള സൊറാവർ ഏകദേശം 30 HP per ton എന്ന മികച്ച പവർ ടു വെയ്റ്റ് അനുപാതം വാഗ്ദാനം ചെയ്യുന്നു. ഇത് T-72 അല്ലെങ്കിൽ T-90 പോലുള്ള ഭാരമേറിയ യുദ്ധ ടാങ്കുകളേക്കാൾ വളരെ ചടുലമാകുന്നു. ആദ്യത്തെ പ്രോട്ടോടൈപ്പ് 2024 ജൂലൈയിൽ ഗുജറാത്തിലെ L&Tയുടെ ഹസീറ ഫെസിലിറ്റിയിൽ അനാച്ഛാദനം ചെയ്തു. അതിനുശേഷം രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലെ മരുഭൂമി പരീക്ഷണങ്ങളും ലഡാക്കിലെ ഹൈ ആൾട്ടിറ്റ്യൂഡിലെ വിലയിരുത്തലുകളും ഉൾപ്പെടെ പ്രാഥമിക ഓട്ടോമോട്ടീവ് പരീക്ഷണങ്ങൾക്ക് വിധേയമായി. 2025 ജനുവരിയിൽ പൂർത്തിയാക്കിയ ഈ പ്രാരംഭ പരീക്ഷണങ്ങൾ ടാങ്കിൻ്റെ അടിസ്ഥാന ചലനശേഷി, വെള്ളത്തിലും കരയിലുമുള്ള പ്രവർത്തനം, 105 mm ഗൺ ഉൾപ്പെടെയുള്ള ഫയറിംഗ് സംവിധാനങ്ങൾ എന്നിവയെ സാധൂകരിച്ചു. എന്നിരുന്നാലും ഇന്ത്യൻ സൈന്യത്തിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ വിശ്വാസ്യതയും ഫലപ്രാപ്തിയും ഉറപ്പാക്കുന്നതിന് പരിഷ്കാരം നടത്തേണ്ട മേഖലകൾ എന്തൊക്കെയാണെന്ന് എടുത്തു കാണിച്ചു. വികസന പരീക്ഷണങ്ങൾ ഇപ്പോൾ അവസാനിച്ചതിനാൽ വേനൽക്കാല ചൂട്, ശൈത്യകാല തണുപ്പ്, ഹൈ ആൾട്ടിറ്റ്യൂഡ്, പാങ്കോങ് സോയിലെ പോലുള്ള നദീതീരത്തിലെ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിസ്ഥിതികളിൽ 12 മുതൽ 16 മാസം വരെ നീണ്ടു നിൽക്കുന്ന പരീക്ഷണങ്ങൾ 2025 സെപ്റ്റംബറിൽ സൈന്യം ആരംഭിക്കും. 2025 സെപ്റ്റംബർ അവസാനത്തോടെ രണ്ടാമത്തെ പ്രോട്ടോടൈപ്പിൻ്റെ പരീക്ഷണം ഈ ആവശ്യകതകളെല്ലാം തന്നെ ഉൾപ്പെടുത്തും. ഇത് 2027ഓടെ വളരെ ത്വരിതപ്പെടുത്തിയ ഇൻഡക്ഷന് വഴിയൊരുക്കും. രണ്ടാമത്തെ പ്രോട്ടോടൈപ്പിലെ പ്രധാന അപ്ഗ്രേഡുകൾ എന്തൊക്കെയാണ്? രണ്ടാമത്തെ സൊറാവർ പ്രോട്ടോടൈപ്പിൽ നിരവധി നിർണായക സംവിധാനങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള മെച്ചപ്പെടുത്തലുകൾ ഉൾപ്പെടുന്നു. ആദ്യകാല വിലയിരുത്തലുകളിൽ നിന്നുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ അഭിപ്രായങ്ങൾ നേരിട്ട് പരിഗണിക്കുന്നു. ലഡാക്കിലെ ഓക്സിജൻ ക്ഷാമമുള്ള ഉയരങ്ങൾ മുതൽ വരണ്ട മരുഭൂമികൾ, അസമമായ നദീതടങ്ങൾ വരെ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളുമായി ടാങ്കിൻ്റെ പൊരുത്തപ്പെടൽ മെച്ചപ്പെടുത്തുന്നതിലാണ് ഈ നവീകരണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രധാന അപ്ഗ്രേഡുകളിൽ ഒന്ന് മെച്ചപ്പെട്ട സസ്പെൻഷൻ സിസ്റ്റം. പ്രാഥമിക പരിഷ്കാരങ്ങളിലൊന്ന് സസ്പെൻഷനാണ്. ഉയർന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ്, പരുക്കൻ പ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട ഷോക്ക് ആഗിരണം, റൈഡ് നിലവാരം എന്നിവയ്ക്കായി ഇത് നവീകരിച്ചിരിക്കുന്നു. കുത്തനെയുള്ള ചരിവുകളിലും അസമമായ പ്രതലങ്ങളിലും ടാങ്ക് നാവിഗേറ്റ് ചെയ്ത പ്രാരംഭ പരീക്ഷണങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികളെ ഇത് അഭിസംബോധന ചെയ്യുന്നു. കിഴക്കൻ ലഡാക്ക് മേഖല പോലുള്ള പ്രദേശങ്ങളിൽ പരമ്പരാഗത ഹെവി ടാങ്കുകൾ ലോജിസ്റ്റിക് പരിമിതികൾ കാരണം ബുദ്ധിമുട്ടുന്ന പ്രദേശങ്ങളിൽ ദീർഘകാല പ്രവർത്തനങ്ങളിൽ ക്രൂവിന് അനായാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവുകൾ, സുസ്ഥിരമായ മൊബിലിറ്റി എന്നിവ മെച്ചപ്പെടുത്തിയ സസ്പെൻഷൻ ഉറപ്പാക്കും. രണ്ടാമത്തേത് ഉയർന്ന കാര്യക്ഷമതയുള്ള എൻജിൻ കൂളിംഗ് സിസ്റ്റം. സൊറാവറിന് കരുത്ത് പകരുന്നത് 760 HP കമിൻസ് VTA 903 T760 എഞ്ചിനാണ്. അതിനോട് RENG അമേരിക്ക HMPT 800 ട്രാൻസ്മിഷൻ എഞ്ചിനുമായി ജോഡിയാക്കിയിട്ടുണ്ട്. അതാണ്
സൊറാവറിന് കരുത്ത് പകരുന്നത്. എൻജിൻ അമിതമായി ചൂടാകുന്നത് അപകടകരമാകുന്ന ഓക്സിജൻ കുറവുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിതസ്ഥിതികളിൽ പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രോട്ടോടൈപ്പ് ഒരു നൂതന കൂളിംഗ് സിസ്റ്റം അവതരിപ്പിക്കുന്നു. ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് രണ്ടാമത്തെ പ്രോട്ടോടൈപ്പ് ഒരു നൂതന കൂളിംഗ് സിസ്റ്റം അവതരിപ്പിക്കുന്നു. സമീപകാല ന്യോമ പരീക്ഷണങ്ങളിൽ, ന്യോമ എന്നത് ലഡാക്കിലെ ഒരു എയർബേസ് ആണ്, പരീക്ഷണങ്ങളിൽ പ്രകടമായതുപോലെ 4200 മീറ്റർ ഉയരത്തിൽ വിശ്വസനീയമായ പ്രവർത്തനം ഈ അപ്ഗ്രേഡുകൾ ഉറപ്പാക്കുന്നു. കൂടാതെ വിപുലീകൃത ദൗത്യങ്ങൾക്കായി മൊത്തത്തിനുള്ള തെർമൽ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നു. മൂന്നാമത്തേത് ഇലക്ട്രോണിക്സ് ആൻഡ് ഗൺ സ്റ്റെബിലൈസേഷനുകളിലെ മെച്ചപ്പെടുത്തലുകൾ. മികച്ച സിറ്റുവേഷണൽ അവയർനെസ്സിനായി അധിക സെൻസറുകൾ ഉൾപ്പെടെ കൂടുതൽ വിശ്വാസ്യതയ്ക്കും സംയോജനത്തിനുമായി ഇലക്ട്രോണിക്സ് പരിഷ്കരിച്ചിട്ടുണ്ട്. ഇവയിൽ നൂതന ഓപ്റ്റിക്സ്, റഡാർ മുന്നറിയിപ്പ് റിസീവറുകൾ, തന്ത്രപരമായ ഡ്രോണുകളുമായോ ലോയിറ്ററിംഗ് ഉപകരണങ്ങളുമായോ ഉള്ള അനുയോജ്യത എന്നിവ ഉൾപ്പെടാം. ഇത് ടാങ്കിൻ്റെ യുദ്ധക്കളത്തിലെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നു. ചലനാത്മക പോരാട്ട സാഹചര്യങ്ങൾക്ക് നിർണായകമായ പരുക്കൻ ഭൂപ്രദേശങ്ങളിൽ പോലും കൂടുതൽ കൃത്യമായ ഫയറിംഗ് നടത്താൻ അനുവദിക്കുന്ന ഗൺ സ്റ്റെബിലൈസേഷനും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വെയ്റ്റ് കൺട്രോളും. അടുത്ത പ്രധാനപ്പെട്ട അപ്ഗ്രേഡ് കവച രൂപകൽപ്പനയും വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനും. കവച രൂപകൽപ്പനയിലും വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനിലുമുള്ള ക്രമീകരണങ്ങൾ ടാങ്കിൻ്റെ ഭാരം കുറഞ്ഞ പ്രൊഫൈൽ നിലനിർത്താനും ചടുലതയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സംരക്ഷണം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നു. കുറഞ്ഞ തെർമൽ സൗണ്ട് സിഗ്നേച്ചറുകൾക്കായി സൊറോവറിൽ ഇതിനകം തന്നെ താഴ്ന്ന സീലൗട്ട് ഉണ്ട്. കൂടാതെ ഈ മാറ്റങ്ങൾ ടാങ്ക് വിരുദ്ധ മിസൈലുകൾ പോലുള്ള ഭീഷണികൾക്കെതിരായ അതിജീവനത്തെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ടോൺബോ ഇമേജിങ്ങിൻ്റെ സുതാര്യമായ കവച സാങ്കേതികവിദ്യ പോലുള്ള സമീപകാല സംയോജനങ്ങൾ ക്രൂവിൻ്റെ ദൃശ്യപരതയും 360 ഡിഗ്രി അവയർനെസ്സും വർദ്ധിപ്പിക്കുന്നു. ഇത് ചൈനയുടെ ടൈപ്പ് 15 ലൈറ്റ് ടാങ്ക് പോലുള്ള എതിരാളികളെക്കാൾ സൊറാവർ ടാങ്കിന് മുൻതൂക്കം നൽകുന്നു. ചെറുതെങ്കിലും വളരെ ഉപയോഗപ്രദമാണ് ഈ മാറ്റങ്ങൾ റിയൽ വേൾഡ് മിലിറ്ററി ഫീഡ്ബാക്ക് ഉൾക്കൊള്ളുന്ന ആവർത്തിച്ചിട്ടുള്ള വികസന പ്രക്രിയയെ പ്രതിഫലിപ്പിക്കുന്നു. ഭാവിയിലെ വകഭേദങ്ങളിൽ കൂടുതൽ ശക്തമായ 1000 HP കമിൻസ് അഡ്വാൻസ്ഡ് കോമ്പാക്ട് എൻജിൻ ഉൾപ്പെടുത്തും. ഇത് പവർ ടു വെയ്റ്റ് അനുപാതവും വെള്ളത്തിലും കരയിലുമുള്ള പ്രവർത്തനശേഷിയും കൂടുതൽ ഉയർത്തുന്നു. രണ്ടാമത്തെ പ്രോട്ടോടൈപ്പ് അടുത്ത മാസം പുറത്തിറക്കുമ്പോൾ ആദ്യത്തതിനൊപ്പം താരതമ്യ വിലയിരുത്തലുകൾ നടത്തും. ഇത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് സൈന്യത്തിന് ഡിസൈൻ അന്തിമമാക്കാൻ അനുവദിക്കുന്നു. 2025 സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പരീക്ഷണങ്ങൾ മിസൈൽ വിക്ഷേപണം, നെറ്റ്വർക്ക് ചെയ്ത യുദ്ധ സംവിധാനങ്ങളുമായുള്ള സംയോജനം എന്നിവയുൾപ്പെടെ യഥാർത്ഥ ലോക സാഹചര്യങ്ങളിൽ ഈ മെച്ചപ്പെടുത്തലുകൾ കർശനമായി പരീക്ഷിക്കും. എല്ലാ വികസന ലക്ഷ്യങ്ങളും കൈവരിക്കാനായതായി DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 19 മാസത്തിനുള്ളിൽ അനുമതിയിൽ നിന്ന് പ്രോട്ടോടൈപ്പിലേക്കുള്ള സൊറാവർ ടാങ്കിൻ്റെ ദ്രുതഗതിയിലേക്കുള്ള പുരോഗതി കാര്യക്ഷമമായ ഇൻഡോ പ്രൈവറ്റ് സെക്ടറിൻ്റെ സഹകരണത്തിൻ്റെ ഉദാഹരണമാണ്. L&T ഉൽപ്പാദനത്തിൽ മുൻപന്തി നിൽക്കുന്നതും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഭാവി വകഭേദങ്ങളിൽ പങ്കാളിത്തം ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഇതിൻ്റെ ഭാവി വകഭേദങ്ങളിൽ പങ്കാളിത്തം സാധ്യമാകുന്നതുമായതിനാൽ ഭാവിയിൽ ഉപയോഗിക്കാൻ തയ്യാറായ ഇത്തരം യുദ്ധവാഹനങ്ങൾക്കായി 1.45 ലക്ഷം കോടി രൂപ ഉൾപ്പെടെ പ്രതിരോധ ഉപകരണങ്ങളുടെ ഏറ്റെടുക്കൽ കൗൺസിൽ അംഗീകരിച്ച വിശാലമായ ആയുധ സംഭരണ പരിപാടികളുമായി ഇത് യോജിച്ചു പോകുന്നു.